ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന ഒന്നാണ് മൗത്ത് ബ്രീത്തിങ്. നമ്മൾ നോർമലി മൂക്കിലൂടെയാണ് ശ്വസിക്കുന്നത്, അല്ലേ? എന്നാൽ മൗത്ത് ബ്രീത്തിങ് വായിലൂടെ ശ്വസിക്കുന്നതാണ്. കുട്ടിക്കാലത്ത് വായിൽ കൂടി ശ്വസിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. നാളത്തിലെ ചില തടസ്സങ്ങൾ, അതായത് വോയിസ് ബോക്സിന് മുകളിലുള്ള ശ്വാസനാളത്തിൻ്റെ ഒരു ഭാഗത്തുള്ള തടസ്സം, അതിന് ആശ്വാസം ലഭിച്ചിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം. എന്നാൽ കുഞ്ഞ് ഇപ്പോഴും വായിലൂടെ ശ്വസിക്കുന്നത് തുടരുന്നു. ഇപ്പോൾ ശ്വാസനാളത്തിൻ്റെ തടസ്സം വളരെ ലളിതമാകാം. വിട്ടുമാറാത്ത ജലദോഷം, മൂക്കിനുള്ള ചില വൈകല്യങ്ങൾ കാരണം മൂക്ക് അടഞ്ഞു പോയേക്കാം. ഇവിടെ മധ്യഭാഗം വ്യതിചലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ടിഷ്യൂസ് ശരിയായി വികസിച്ചിട്ടില്ല. അത് ജന്മനയാകാം. മൂക്കിൻ്റെ പിൻഭാഗത്ത് തടസ്സമുണ്ടാകാം. വായുമാർഗം തൊണ്ടയിലേക്ക് തിരിയാം. ഇതിനെ നമ്മൾ ചോണൽ അട്രീസിയ എന്ന് വിളിക്കുന്നു. ഇത് ഒരു വശമോ ഇരുവശമോ ആകാം. ഇടുങ്ങിയതോ പൂർണ്ണമായോ തടസ്സമാകാം. ചിലപ്പോൾ വീർത്ത ടോൺസിലാകാം. ഇത് ത്രിമാനമായി വലുതാകുകയും മൂക്കിലേക്ക് വായു കടക്കുന്നത് തടയുകയും ചെയ്യും. വോയിസ് ബോക്സിൻ്റെ മുകൾ ഭാഗത്തോ ശ്വാസനാളത്തിൻ്റെയോ മുകൾ ഭാഗത്ത് നമുക്ക് ഈ തടസ്സം അനുഭവപ്പെടാം. ഈ തടസ്സം എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാം? ഈ തടസ്സം ഫസ്റ്റ് നമുക്ക് എക്സ്റേ അല്ലെങ്കിൽ നേസൽ എൻഡോസ്കോപ്പി പോലുള്ള ലളിതമായ കാര്യങ്ങളിലൂടെ കണ്ടെത്താം. ഇനി കൺഫർമേഷനായി CT സ്കാൻ, MRI പോലുള്ള കൂടുതൽ പരിശോധനകൾ നമുക്ക് നടത്താം. ഇത് വിശദമായ വിവരണം നമുക്ക് നൽകും. ഉദാഹരണത്തിന്, വിട്ടുമാറാത്ത ജലദോഷമോ അലർജിയോ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ദീർഘകാല ആൻറ്റി അലർജിക് മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാം. അവിടെ ടിഷ്യൂസ് ചുരുങ്ങുകയും തുറക്കുകയും വായിലൂടെ ശ്വസിക്കുന്നത് കുറയുകയും ചെയ്യും. കുഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റീം ഇൻഹലേഷൻ നടത്താം. മരുന്നുകൾ സാധാരണമായി ആൻറ്റി അലർജിക്, ആൻറ്റി കോൾഡ് സിറപ്സ്, നേസൽ ഡ്രോപ്സ് രൂപത്തിലാവും. ചിലപ്പോൾ നേസൽ സ്പ്രേ. ഇതൊന്നും സഹായിക്കാത്തപ്പോൾ ശ്വാസനാള ശസ്ത്രക്രിയയെക്കുറിച്ച് ഡോക്ടർ ചിന്തിക്കും. ടോൺസിൽസ്, അഡിനോയിഡ്സ് നീക്കം ചെയ്യുക. നാവിൻ്റെ തലത്തിലോ മൂക്കിൻ്റെ പിൻഭാഗത്തോ ഉള്ള തടസ്സം നീക്കം ചെയ്യുക തുടങ്ങിയ ലളിതമായ ഒരു മാർഗമാണിത്. മൂക്കിലെ പോളിപ്സ് അതുപോലുള്ളവ നീക്കം ചെയ്യാനും വായു സഞ്ചാരം പുനഃസ്ഥാപിക്കാനും കഴിയും. അങ്ങനെ കുഞ്ഞിന് വായ അടച്ച് ഉറങ്ങാൻ കഴിയും. വായ തുറന്നുറങ്ങുന്നത് അപ്പോൾ അപകടമാണെന്ന് മനസ്സിലായില്ലേ? ഒരു പൊതുവായ ധാരണ ഇപ്പോൾ കിട്ടിക്കാണുമല്ലോ, അല്ലേ? ഇനി ഡെൻ്റൽ സംബന്ധമായി മൗത്ത് ബ്രീത്തിങ് ബാധിക്കുന്നത് ഒരു ഡെൻ്റൽ സർജൻ്റെ വശത്തു നിന്നുകൂടി അവതരിപ്പിക്കട്ടെ. വായിലൂടെ ശ്വസിക്കുന്നത് മാലിക്ലൂഷൻ ഉണ്ടാകാനുള്ള ഒരു ഘടകമായി പറയപ്പെടുന്നു. ശ്വസന രീതി താടിയെല്ലിൻ്റെ നാവിൻ്റെ സ്ഥാനത്തെയും ചെറിയ രീതിയിൽ തലയെയും സ്വാധീനിക്കുന്നു. അതിനാൽ മൗത്ത് ബ്രീത്തിങ് താടിയെല്ലിൻ്റെയും നാവിൻ്റെയും സ്ഥാനത്തിന് മാറ്റം വരുത്തും. ഇത് ഓറോഫേഷ്യൽ സന്തുലിതാവസ്ഥയെ മാറ്റി മാലിക്ലൂഷനിലേക്ക് നയിച്ചേക്കാം. കഠിനമായ വ്യായാമം അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ശാരീരിക അധ്വാനം അനുഭവപ്പെടുമ്പോൾ ആണ് സാധാരണക്കാർ മൗത്ത് ബ്രീത്തിങ് നടത്തുക. മൗത്ത് ബ്രീത്തേഴ്സിനെ 3 തരങ്ങളായി തിരിക്കാം. ഒബ്സ്ട്രക്റ്റീവ്, അതായത് തടസ്സപ്പെടുത്തുന്നവ; ഹബിച്വൽ, പതിവായിട്ടുള്ള; അനാറ്റമിക്, ശരീരഘടനാപരമായി എന്നിങ്ങനെ തരംതിരിക്കാം. മൂക്കിലൂടെയുള്ള പൂർണ്ണമായോ ഭാഗികമായോ തടസ്സമുണ്ടാകുന്നത് വായു തുറക്കുന്നതിന് കാരണമാവും. മൂക്കിലെ തടസ്സത്തിന് ചില കാരണങ്ങൾ താഴെ പറയുന്നവയാണ്: നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ, നേസൽ പോളിപ്സ്, മൂക്കിലെ മ്യൂക്കോസയുടെ വിട്ടുമാറാത്ത വീക്കം, മൂക്കിലെ മ്യൂക്കോസയുടെ അലർജി പ്രതികരണം തടസ്സപ്പെടുന്ന അഡിനോയിഡുകൾ. അടുത്തത് ഹബിച്വൽ. മൂക്കിലെ തടസ്സം നീക്കം ചെയ്തിട്ടും വായിലൂടെ ശ്വസിക്കുന്നത് തുടരുന്ന ഒരാളെയാണ് ഹബിച്വൽ മൗത്ത് ബ്രീത്തേഴ്സ് എന്ന് പറയുന്നത്. ആഴത്തിൽ വേരൂന്നിയ ഒരു ശീലമായി ഇത് മാറുന്നു. അനാറ്റമിക്, ശരീരഘടനാപരമായ മൗത്ത് ബ്രീത്തിങ് ആണിത്. രോഗിക്ക് ചെറിയ മേൽചുണ്ടുള്ളതിനാൽ ഷോർട്ട് അപ്പർ ലിപ്പ്, അപ്പോൾ വായ പൂർണ്ണമായി അടയ്ക്കാൻ പറ്റുന്നില്ല. ഇനി മൗത്ത് ബ്രീത്തിങ്ങിൻ്റെ പാത്തോഫിസിയോളജിയെ പറ്റി നമുക്കൊന്ന് നോക്കാം. മൗത്ത് ബ്രീത്തിങ് കാരണം താഴെ പറയുന്ന 3 മാറ്റങ്ങൾ സംഭവിക്കുന്നു. 1. താടിയെല്ല് താഴ്ന്നിരിക്കുക, നാവ് താഴോട്ടും മുന്നോട്ടും വയ്ക്കുക, തല പിന്നിലേക്ക് ചരിക്കുക,
നാവും താടിയലും താഴേക്കാകുന്നത് മൂലം വായുടെയും മുഖത്തിൻ്റെയും സന്തുലിതാവസ്ഥയെ അസ്വസ്ഥമാക്കുകയാണ്. ആയതിനാൽ പല്ലുകളുടെ സ്ഥാനത്തെയും താടികളുടെ വളർച്ചയും സ്വാധീനിക്കുന്ന ഒരു അനിയന്ത്രിതമായ ബക്സ്നെറ്റർ മസിലിൻ്റെ പ്രവർത്തനം കൂടി ഇത് സംഭവിക്കുന്നുണ്ട്. ഈ വീഡിയോ മനസ്സിരുത്തി കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കോ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനും നമുക്കത് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. മൗത്ത് ബ്രീത്തിങ്ങിൻ്റെ ക്ലിനിക്കൽ സവിശേഷതകൾ. മിക്കപ്പോഴും മൗത്ത് ബ്രീത്തിങ്ങായി ബന്ധപ്പെട്ടിരിക്കുന്ന മാലിക്ലൂഷൻ തരം ലോങ് ഫേസ് സിൻഡ്രോം അല്ലെങ്കിൽ ക്ലാസിക് അഡിനോയിഡ് ഫേസിസ് എന്നറിയപ്പെടുന്നു. ഈ രോഗികൾക്ക് ഇനി പറയുന്ന സവിശേഷതകൾ ഉണ്ട്. 1. നീളമുള്ളതും ഇടുങ്ങിയതുമായ മുഖം. 2. ഇടുങ്ങിയ മൂക്കും നേസൽ പാസേജും. 3. ചെറുതും ഫ്ലാസിഡുമായ മുകളിലെ ചുണ്ടുകൾ. 4. പിൻഭാഗത്തെ ക്രോസ് കടിക്ക് സാധ്യതയുള്ള സങ്കോചിച്ച മുകളിലെ ഭാഗം. 5. ഭാവരഹിതമായ ഒരു ശൂന്യമായ മുഖം. 6. മുന്നിലെ പല്ലുകൾ ഉന്തി വരുന്നതിനാൽ പൊക്കം ഓവർജെറ്റ് വർദ്ധിക്കുന്നു. അതായത് മുകൾ താടിയിലെ പല്ലുകളും കീഴ്ത്താടിയിലെ പല്ലുകളും തമ്മിലുള്ള വ്യത്യാസം കൂടി നിൽക്കുന്ന അവസ്ഥ. 7. മോണ ഉണങ്ങുന്നത് മൂലമുള്ള മുൻവശത്തെ മോണവീക്കം. 8. മോണ ഉണങ്ങുന്നത് പല്ലുപോടിന് കാരണമാകുന്നു. 9. മുൻവശത്തെ തുറന്ന കടിയുണ്ടാകും, അതായത് ആൻറ്റീരിയർ ഓപ്പൺ ബൈറ്റ്. ഇനി രോഗനിർണയം നോക്കാം. ഡയഗ്നോസിസ്. ഡോക്ടർ രോഗിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും നല്ലൊരു ഹിസ്റ്ററി രേഖപ്പെടുന്നു. അടുത്തത് ഒരു ക്ലിനിക്കൽ പരിശോധനകൾ. വിവിധ ക്ലിനിക്കൽ പരിശോധനകൾ ശ്രദ്ധിക്കുക. മിറർ ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ് തുടങ്ങിയ നിരവധി ലളിതമായ പരിശോധനകൾ നടത്തും. സെഫലോമെട്രിക് പരിശോധന നേസോഫെരിഞ്ചൽ സ്ഥലത്തിൻ്റെ അളവ്, അഡിനോയിഡുകളുടെ വലിപ്പം എന്നിവ സ്ഥാപിക്കാൻ സഹായിക്കുന്നു. കൂടാതെ വായിലൂടെയുള്ള ശ്വസനവുമായി ബന്ധപ്പെട്ട ലോങ് ഫേസ് നിർണ്ണയിക്കാനും സഹായിക്കുന്നു. റൈനോ മാനോമെട്രി, ഫ്ലോമീറ്ററുകൾ, പ്രഷർ ഗേജുകൾ എന്നിവ അടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മൂക്കിലൂടെയുള്ള വായുപ്രവാഹ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണിത്. നെയ്സൽ പാസേജിലൂടെ വായുപ്രവാഹവും മൂക്കിലൂടെയുള്ള പ്രതിരോധവും കണക്കാക്കാൻ ഈ ഉപകരണം സഹായിക്കുന്നു. അടുത്തത് മാനേജ്മെൻറ്റ്. വായ ശ്വസിക്കുന്നതിനുള്ള നിയന്ത്രണം. നേസോഫെരിഞ്ചൽ തടസ്സം നീക്കം ചെയ്യൽ. രോഗിയെ ENT സർജനെ സമീപിച്ച് മൂക്കിലോ തൊണ്ടയിലോ ഉള്ള ഏതെങ്കിലും തടസ്സം നീക്കം ചെയ്യണം. വെസ്റ്റിബുലാർ സ്ക്രീൻ ഉപയോഗിച്ച് മൗത്ത് ബ്രീത്തിങ് ശീലം തടയാം. പകരമായി ലിപ് സീൽ സ്ഥാപിക്കാൻ പശ ടേപ്പുകൾ ഉപയോഗിക്കാം. റാപ്പിഡ് മാക്സിലറി വികാസം. ഇടുങ്ങിയ മാക്സിലറി ആർച്ച് ഉള്ള രോഗിക്ക് അവ വിശാലമാക്കാൻ ലക്ഷ്യമാക്കിയിട്ടുള്ള ദ്രുത പാലറ്റൽ വികാസ നടപടിക്രമങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കും. ദ്രുത മാക്സിലറി വികാസം മൂക്കിലെ വായു പ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനും മൂക്കിലെ വായു പ്രതിരോധം കുറയ്ക്കുന്നതിനും സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൗത്ത് ബ്രീത്തിങ്ങിനെ പറ്റി ഏകദേശ രൂപം ഇപ്പോൾ കിട്ടിക്കാണുമല്ലോ. മൗത്ത് ബ്രീത്തിങ് ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഡോക്ടർ ബിസ്നി. ഡെൻ്റൽ സംബന്ധമായി അറിവുകൾ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക്